നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പയ്ക്ക് ഇത് റയൽ മാഡ്രിഡിനായുള്ള തൻ്റെ അരങ്ങേറ്റ സീസൺ ആണല്ലോ. ഓൾറെഡി ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ അരങ്ങേറ്റ സീസണിൽ റയൽ മാഡ്രിഡിനായിട്ട് നേടിയിട്ടുള്ള ഗോളുകളുടെ അത്രയും എണ്ണം ഗോളുകൾ എംബാപ്പ ഇപ്പോൾ നേടിക്കഴിഞ്ഞു. ഇനിയും ഈ സീസണിൽ മത്സരങ്ങൾ ബാക്കി കിടപ്പാണ്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോയുടെ ആ കണക്കിന് അദ്ദേഹം ഒരുപാട് പുറകോട്ടേക്ക് തള്ളും. പക്ഷേ എംബാപ്പെ പറയുന്നുണ്ട്, ഗോളുകൾ അടിക്കുക എന്നുള്ളതല്ല, റയലിൽ കിരീടങ്ങൾ ചൂടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന്. ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി നാളത്തെ കോപ്പ ഡെൽ റേ സെമി ഫൈനൽ രണ്ടാം പാദത്തിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറയുന്നു, ക്രിസ്ത്യാനോ ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ എംബാപ്പയ്ക്ക് റയലിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം CR7 പോലെ ഇവിടെ ലെജൻഡായി മാറട്ടെ എന്ന്. അതിന് എംബാപ്പയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നാളെ രാത്രി ഇന്ത്യൻ സമയം 1 മണിക്ക് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്കാണ് കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരം. റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് നടക്കുന്ന എതിരാളികൾ റയൽ സോസിഡാഡാണ്. ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് റയൽ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ ആഞ്ചലോട്ടി എംബാപ്പെ, ക്രിസ്ത്യാനോ എന്നിവരെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു, എംബാപ്പയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ റയലിൽ അച്ചീവ് ചെയ്തതെന്തോ അത് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഇതിനർത്ഥം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ അവനും കിലിയനും ഇവിടെ ഒരു ലെജൻഡായി മാറുമെന്നാണ്. ഇതാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ ആഗ്രഹമാണ് അദ്ദേഹം പറയുന്നത്. എംബാപ്പയുടെ ക്വാളിറ്റിയും അദ്ദേഹത്തിൻ്റെ മികവും ഒക്കെ കണ്ടിട്ടാണ് പറയുന്നത്. ക്രിസ്ത്യാനോ എന്തൊക്കെ നേടിയോ റയലിൽ, അതിനോടൊപ്പം പിടിക്കാൻ കിലിയനും കഴിയുമെന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.